KGF. ആ ഒരൊറ്റ സിനിമ മതിയായിരുന്നു അല്ലേ? യാഷ് എന്ന നടന്റെ ഒരു താരമൂല്യം ഇന്ത്യൻ സിനിമയിൽ എവിടെ എത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അതൊരു തരംഗം തന്നെ ആയിരുന്നു. ശരിയാണ്, ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു. ആ സിനിമയ്ക്ക് ശേഷം പിന്നെ സ്വാഭാവികമായും എല്ലാവരും ഉറ്റുനോക്കിയത് എന്തായിരിക്കും അദ്ദേഹത്തിന്റെ അടുത്ത പടം എന്നതായിരുന്നു. ആ ഒരു കാത്തിരിപ്പിനൊടുവിലാണ് ടോക്സിക് എന്ന സിനിമയുടെ അനൗൺസ്മെന്റ് വരുന്നത്. അതെ, ഈ വാർത്ത ഒരുപക്ഷെ നിങ്ങളെയും ഭയങ്കരമായിട്ട് ആവേശം കൊള്ളിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രതീക്ഷകൾ വലുതായിരുന്നു. പിന്നെ ഈ സിനിമയുടെ വരവ് തന്നെ ഒരു സംഭവമായിരുന്നു കേട്ടോ. 2026 ഉഗാദി റിലീസായിട്ടാണ് പടം പ്രഖ്യാപിച്ചത്. സാധാരണ നമ്മൾ കാണുന്നത് റിലീസിന് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഡേറ്റ് പറയുന്നതാണ്. പക്ഷേ ഇതോ ഒരു വർഷം മുൻപേ തീയതിയങ്ങ് ഉറപ്പിച്ചു. അതെ അതെ, അത്രയും കോൺഫിഡൻസ് ആയിരുന്നു. ഇതിന്റെ ഒരു ഓളം എത്ര വലുതായിരുന്നു എന്ന് വെച്ചാല് സഞ്ജയ് ലീല ബൻസാലിയെ പോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം മേക്കേഴ്സിൽ ഒരാള് പുള്ളിയുടെ ലവ് ആൻഡ് വാർ എന്ന പടം, അതിന്റെ റിലീസ് പോലും ഈ ക്ലാഷ് ഒഴിവാക്കാൻ വേണ്ടി മാറ്റിവെച്ചു എന്നുവരെ വാർത്തകൾ നമ്മൾ കേട്ടു. ശരിയാണ്, അത്രത്തോളം ഒരു ഹൈപ്പ് ടോക്സിക്കിനുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ കാര്യങ്ങൾ കുറച്ചൊന്ന് മാറി മറിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ഈ സിനിമയുടെ ഷൂട്ടിംഗ് അത് അനിശ്ചിതമായി നിർത്തിവെച്ചു എന്നാണ്. അതാണിപ്പോ കേൾക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ വരും മനസ്സിൽ. ഇത്രയും ഹൈപ്പുള്ള ഒരു പ്രോജക്റ്റ് എന്തുകൊണ്ട് പെട്ടെന്ന് നിന്നുപോയി? എന്തായിരിക്കും ഇതിനു പിന്നിലെ ഒരു യഥാർത്ഥ കാരണം? ഇന്ന് നമ്മൾ ഈ വിഷയം തന്നെയാണ് കുറച്ചുകൂടി വിശദമായിട്ടൊന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള വിവരങ്ങളും റിപ്പോർട്ടുകളും വെച്ച് നമുക്കിതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഓക്കേ. അപ്പോ ഈ പുറത്തുവരുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ പ്രധാന പ്രശ്നം ഒരു ക്രിയേറ്റീവ് തലത്തിലാണെന്നാണ് സൂചന, അല്ലേ? അതെ. അതായത് ഇതുവരെ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളിൽ നായകൻ യാഷിനൊരു പൂർണ്ണ തൃപ്തിയില്ല. സിനിമയുടെ ഡയറക്ടർ ഗീതു മോഹൻദാസിന്റെ ഒരു സമീപനവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു അതൃപ്തി എന്നാണ് കേൾക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം രണ്ടുപേരും അവരവരുടെ രീതിയിൽ കഴിവ് തെളിയിച്ചവരാണല്ലോ. തീർച്ചയായും. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാവുന്നത്, അതേസമയം രസകരവുമാണ്. ഗീതു മോഹൻദാസ് എന്ന സംവിധായികയെ നമ്മൾക്കറിയാം. അറിയാം. അവരുടെ സിനിമകൾ, അതായത് ലേയേഴ്സ് ഡൈസ്, മൂത്തോനൊക്കെ എടുത്തു നോക്കിയാൽ കുറച്ചുകൂടി ആർട്ടിസ്റ്റിക്, സെൻസിബിൾ സിനിമകളാണ്. ഒരു പ്രത്യേക മേക്കിംഗ് സ്റ്റൈൽ അവർക്കുണ്ട്. ശരിയാണ്. അത് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആണ്. കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയാണ്. ഇനി മറുഭാഗത്ത് യാഷിന്റെ ഇപ്പോഴത്തെ ഒരു സ്ഥാനം നോക്കൂ. KGFന് ശേഷം അദ്ദേഹം വെറുമൊരു കന്നഡ നടനല്ല, ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറാണ്. അതെ, തീർച്ചയായും. അദ്ദേഹത്തിന് കിട്ടിയ ആ ഇമേജ് എന്ന് പറയുന്നത് ഒരു പക്ക മാസ് ആക്ഷൻ ഹീറോയുടേതാണ്. കറക്റ്റ്. കോടിക്കണക്കിന് ആരാധകരുണ്ട്, ബോക്സ് ഓഫീസിൽ ഭയങ്കര പുള്ളുള്ള ഒരു താരം. അപ്പോ ഈ രണ്ട് വ്യത്യസ്ത ചിന്താഗതികൾ അല്ലെങ്കിൽ സമീപനങ്ങൾ, ഗീതുവിന്റെ ആ ഒരു ആർട്ടിസ്റ്റിക് സെൻസിബിലിറ്റിയും യാഷിന്റെ ഈ പാൻ ഇന്ത്യൻ മാസ് ഹീറോ സ്റ്റാറ്റസും, ഇത് രണ്ടും ഒന്നിക്കുമ്പോൾ ചില വെല്ലുവിളികൾ സ്വാഭാവികമായും ഉണ്ടാവാം. അപ്പൊ ഈ പറയുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ യാഷിന് സിനിമയിൽ കുറച്ചുകൂടി കമേഴ്ഷ്യൽ എലമെന്റ്സ്, അതായത് അദ്ദേഹത്തിന്റെ ഫാൻസ് ഒക്കെ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള മാസ് സീനുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ വേണമെന്നായിരുന്നു ഒരാഗ്രഹം. അതാണ് കേൾക്കുന്നത്. ഗീതുവിന്റെ കാഴ്ചപ്പാട് ചിലപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരുന്നിരിക്കാം. ഈ ഒരു ക്രിയേറ്റീവ് ക്ലാഷ് അതാണോ ഈ സിനിമ നിന്നുപോകാൻ കാരണം? അതെ. ഇപ്പോ പുറത്തുവരുന്ന വാർത്തകളെല്ലാം വിരൽ ചൂണ്ടുന്നത് ആ ഒരു സാധ്യതയിലേക്കാണ്. ഗീതു മോഹൻദാസ് സിനിമയെ കാണുന്ന രീതിയും യാഷ് തന്റെ ഇപ്പോഴത്തെ ഇമേജ്, പിന്നെ പ്രേക്ഷകരുടെ വലിയ പ്രതീക്ഷകൾ, ഇതൊക്കെ വെച്ചിട്ട് സിനിമയിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ച ചില ഘടകങ്ങൾ, ശരി, ഇവ തമ്മിലൊരു പൊരുത്തക്കേട്, ഒരു മിസ്മാച്ച് ഉണ്ടായെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി ശരി. ഒരു പക്ഷേ KGF ഉണ്ടാക്കിയ ആ ഒരു വലിയ വിജയമില്ലേ, അതിന്റെ ഒരു പ്രഷറും യാഷിനുണ്ടായിരുന്നിരിക്കാം. ഉണ്ടാവാം. ആ ഒരു ലെവൽ എപ്പോഴും നിലനിർത്തുക എന്നത് ചെറിയ കാര്യമല്ലല്ലോ. അല്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. യാഷ് ഗീതു മോഹൻദാസിനെ ഈ പ്രോജക്റ്റിനു വേണ്ടി തിരഞ്ഞെടുത്തപ്പോൾ തന്നെ പലരും ഒന്ന് അത്ഭുതപ്പെട്ടിരുന്നു. ഉണ്ടായിരുന്നു, ശരിയാണ്. അല്ലെങ്കിൽ സമാന്തര സിനിമകളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഡയറക്ടറെ തിരഞ്ഞെടുക്കുമ്പോൾ അതിലൊരു പുതുമയുണ്ടായിരുന്നു. ആ ഒരു പരീക്ഷണം ഒരുപക്ഷെ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ സൂചിപ്പിക്കുന്നത്. ഇത് ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ സംഭവമൊന്നുമല്ല. പക്ഷേ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഈയൊരു ഘട്ടത്തിൽ ഇങ്ങനെ നിർത്തിവെക്കുന്നത് എന്തായാലും വലിയ വാർത്തയാണ്. അതെ. അപ്പോ ഈ ക്രിയേറ്റീവ് അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഷൂട്ടിംഗ് അനിശ്ചിതമായി നിർത്തിവെച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനം ആ റിലീസ് ഡേറ്റ് തന്നെ ആയിരിക്കുമല്ലോ, അല്ലേ? അതെ, ഏറ്റവും നേരിട്ടുള്ള ഒരു പ്രത്യാഘാതം അതുതന്നെയാണ്. 2026 ഉഗാദി റിലീസ് എന്നത് അതിനി നടക്കില്ല. നടക്കില്ല. ഇത് യാഷിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിരാശയാണ്.
കാരണം KGF-ന് ശേഷം ഇത്രയും കാലം കാത്തിരുന്ന ഒരു സിനിമയാണ്. ആണ്. ആ ഒരു പ്രതീക്ഷയാണിപ്പോൾ ഒരു അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. സിനിമ ഇനി മൊത്തത്തിൽ നിർത്തിയോ അതോ ഡയറക്ടറെ മാറ്റി മുന്നോട്ടു പോകുമോ എന്നതിനെക്കുറിച്ചൊന്നും വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇല്ല. പിന്നെ സാമ്പത്തികമായി നോക്കിയാലും ഇത് വലിയൊരു തിരിച്ചടിയാണ്. ശരിയാണ്. കാരണം ഇതുവരെ ഷൂട്ടിങ്ങിനു വേണ്ടി മുടക്കിയ പണം, പിന്നെ അണിയറ പ്രവർത്തകരുടെ സമയം, അവരുടെ അധ്വാനം, ഇതൊക്കെ ഒരുപക്ഷെ പാഴായി പോകാൻ സാധ്യതയുണ്ട്. ഉണ്ട്. ഇതൊരു ചെറിയ പടമല്ല, വലിയ ബഡ്ജറ്റിൽ പ്ലാൻ ചെയ്തൊരു പാൻ ഇന്ത്യൻ സിനിമയാണ്. അങ്ങനെയുള്ളൊരു പ്രോജക്റ്റ് പാതിവഴിയിൽ നിൽക്കുമ്പോൾ പ്രൊഡ്യൂസർമാർക്ക് വലിയ നഷ്ടം വരാം. തീർച്ചയായും. ഒരു സിനിമയുടെ ഭാവി ഇങ്ങനെ അനിശ്ചിതത്വത്തിലാവുമ്പോൾ അതാ സിനിമയെ മാത്രമല്ലല്ലോ ബാധിക്കുക. അല്ല, സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു വലിയൊരു സിസ്റ്റം പോലെയാണല്ലോ. ഒരു വലിയ സിനിമയുടെ റിലീസ് ഡേറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ അത് മറ്റുള്ളവരെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഇപ്പൊ ടോക്സിക് മാറ്റിവെച്ചതോടുകൂടി ആ ഒരു ഗ്യാപ്പിലേക്ക് വേറെ ആരെങ്കിലും വന്നതായിട്ട് കാണുന്നുണ്ടോ? തീർച്ചയായും അതാണിപ്പോൾ സംഭവിച്ചത്. സിനിമാ ഇൻഡസ്ട്രിയിൽ റിലീസ് ഡേറ്റുകൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഫെസ്റ്റിവൽ സീസണുകൾ. ഉഗാദി എന്നൊക്കെ പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കർണാടകയിലും തെലുങ്ക് സ്റ്റേറ്റ്സിലുമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു റിലീസ് ടൈമാണ്. ആണ്. അപ്പോൾ ടോക്സിക് പോലൊരു വലിയ പടം ആ സമയത്ത് വരുന്നു എന്ന് അനൗൺസ് ചെയ്തപ്പോൾ മറ്റു പല സിനിമകളും ആ ഡേറ്റ് ഒന്ന് ഒഴിവാക്കാൻ നോക്കിയിട്ടുണ്ടാവും. ഇപ്പോ ടോക്സിക് ഇല്ല എന്ന് ഉറപ്പായതോടെ ആ ഒരു സ്ലോട്ട് അതൊരു വലിയ അവസരമായിട്ട് മാറിയിരിക്കുകയാണ് മറ്റ് സിനിമകൾക്ക്. ശരി. ഇതിനോടകം തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, യുവതാരം അടവിശേഷ്, പുള്ളിയുടെ പുതിയ പാൻ ഇന്ത്യൻ സിനിമ ഡക്കോയിറ്റ്. കേട്ടു. അത് ഈ ഉഗാദി ഡേറ്റിലേക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് വളരെ പെട്ടെന്നുള്ളൊരു മൂവായിരുന്നു. യാഷിന്റെ സിനിമയുടെ ഒരു അഭാവം ഡക്കോയിറ്റ് പോലെ ഒരു സിനിമയ്ക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും, പ്രത്യേകിച്ച് കർണാടക മാർക്കറ്റില്. ശരിയാണ്. കാരണം യാഷിന്റെ ഹോം ഗ്രൗണ്ടാണ്. അവിടെ അദ്ദേഹത്തിന്റെ പടമില്ലാത്തപ്പോൾ കിട്ടുന്നൊരു സ്പേസ് ചെറുതല്ല. അല്ല, അടവിശേഷിന്റെ സിനിമ മാത്രമല്ലല്ലോ, വേറെ ഭാഷാ ചിത്രങ്ങൾക്കും ഇതൊരു ചാൻസ് ആവുമോ? പ്രത്യേകിച്ച് തെലുങ്കിൽ നിന്നൊക്കെ വരുന്ന പാൻ ഇന്ത്യൻ പ്രോജക്റ്റുകൾക്ക് സാധ്യതയുണ്ട്. കാരണം പെഡ്ഡി, ദി പാരഡൈസ് എന്നൊക്കെ പേരുള്ള ചില തെലുങ്ക് സിനിമകളും ഏകദേശം ഇതേ സമയത്ത് റിലീസ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ടോക്സിക് മത്സരരംഗത്തുണ്ടായിരുന്നെങ്കിൽ ഈ സിനിമകൾക്ക് കർണാടകയിൽ സ്ക്രീനുകൾ കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായേനെ. ഉണ്ടാവാം. കാരണം യാഷിന്റെ സിനിമയ്ക്ക് അവിടെയൊരു സ്വാഭാവികമായ മുൻഗണന കിട്ടും. ഇപ്പോൾ ആ സാഹചര്യം മാറി. ടോക്സിക് ഇല്ലാത്തതുകൊണ്ട് ഈ സിനിമകൾക്ക് കർണാടകയിൽ കൂടുതൽ തിയേറ്ററുകൾ കിട്ടാനും അതുവഴി ഒരുപക്ഷെ നല്ല കളക്ഷൻ നേടാനും സാധ്യതയുണ്ട്. ശരി. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ് ശരിക്കും. ഒരു വലിയ സ്റ്റാർ തന്റെ സിനിമ മാറ്റിവെക്കുമ്പോൾ അത് മറ്റ് സിനിമകളുടെ റിലീസ് പ്ലാനുകളെയും ബോക്സ് ഓഫീസ് സാധ്യതകളെയും നേരിട്ട് സ്വാധീനിക്കും. അതെ. അതാണ് സിനിമാ മാർക്കറ്റിന്റെ ഒരു ഡൈനാമിക് സ്വഭാവം. അപ്പോ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആവുന്നുണ്ട്. ഒരു സൂപ്പർ സ്റ്റാറും ഒരു പ്രമുഖ സംവിധായികയും തമ്മിലുള്ള കാഴ്ചപ്പാടുകളിലെ വ്യത്യാസമെന്ന് നമ്മൾ സംശയിക്കുന്ന ഒരു പ്രശ്നം അതൊരു വലിയ സിനിമയുടെ നിർമ്മാണത്തെ തന്നെ നിർത്തിവെക്കുന്നു. അത് പിന്നീട് അടവിശേഷിന്റെ സിനിമയുടെ റിലീസ് ഡേറ്റ് തൊട്ട് തെലുങ്ക് സിനിമകളുടെ കർണാടകയിലെ സാധ്യതകളെ വരെ സ്വാധീനിക്കുന്ന ഒരു വലിയൊരു തരംഗമായി മാറുന്നു. അതെ. ഇതിൽ നിന്ന് നമുക്കെന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? യാഷിന്റെ കരിയറിനെ ഇത് എങ്ങനെ ബാധിക്കാം? ഇൻഡസ്ട്രിക്ക് ഇത് കൊടുക്കുന്ന സിഗ്നലുകൾ എന്തൊക്കെയാണ്? ഇതൊരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനാണ്. യാഷിനെ സംബന്ധിച്ചിടത്തോളം KGF-ന് ശേഷം വളരെ കെയർഫുള്ളായിട്ടാണ് പുള്ളി ഓരോ സ്റ്റെപ്പും വെക്കുന്നത്. ടോക്സിക് എന്ന പ്രൊജക്റ്റ് അനൗൺസ് ചെയ്തത് തന്നെ ഒരുപാട് ആലോചനകൾക്ക് ശേഷമായിരിക്കാം. ഗീതു മോഹൻദാസിനെ പോലെ ഒരു ഡയറക്ടറെ തിരഞ്ഞെടുത്തത് ഒരുപക്ഷെ തന്റെ ഇമേജിലൊരു മാറ്റം കൊണ്ടുവരാനോ അല്ലെങ്കിൽ കുറച്ച് വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യാനോ ഉള്ളൊരു ശ്രമത്തിന്റെ ഭാഗമായിരിക്കാം. എന്നാൽ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ, KGF കൊടുത്ത ആ ഒരു മാസ് പരിവേഷം, ഇത് രണ്ടും തമ്മിലുള്ളൊരു ബാലൻസിംഗ് ആക്ട് ഇവിടെ ആവശ്യമായി വന്നു. ആ ഒരു ബാലൻസ് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്കിതിനെ കാണാം. ഇത് അദ്ദേഹത്തിന്റെ അടുത്ത പ്രോജക്റ്റ് തിരഞ്ഞെടുക്കുന്നതിനെയും ചിലപ്പോൾ സ്വാധീനിച്ചേക്കാം. അതെങ്ങനെ? അതായത് ഇനി കുറച്ചുകൂടി ശ്രദ്ധിച്ച് തന്റെ മാസ് ഇമേജിനെ കറക്റ്റായിട്ട് ചേരുന്ന സിനിമകൾ മാത്രം തിരഞ്ഞെടുക്കാൻ പുള്ളി തീരുമാനിക്കുമോ, അതോ ഇത്തരം പരീക്ഷണങ്ങൾക്ക് ഇനിയും തയ്യാറാകുമോ? അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ശരിയാണ്. ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് പാൻ ഇന്ത്യൻ സിനിമകൾ നേരിടുന്ന ഒരു ചലഞ്ച് കൂടിയാണ് കാണിക്കുന്നത്. അതെങ്ങനെ? പല ഭാഷകളിലെ പ്രേക്ഷകരെ ഒരേപോലെ തൃപ്തിപ്പെടുത്തണം, അതിന്റെ ഇടയിൽ ക്രിയേറ്റീവായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തണം. ഇത് എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ചും കോടിക്കണക്കിന് രൂപ മുടക്കുന്ന പ്രോജക്റ്റുകളിൽ റിസ്ക് എടുക്കാൻ പലരും മടിക്കും. ശരിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, യാഷിന്റെ ഏറെ പ്രതീക്ഷയോടെ നമ്മളെല്ലാവരും കാത്തിരുന്ന
ടോക്സിക് എന്ന സിനിമ അത് അനിശ്ചിതമായി നിർത്തിവച്ചിരിക്കുന്നു. അതെ. റിപ്പോർട്ടുകൾ പ്രകാരം സിനിമയിൽ കുറച്ചുകൂടി കൊമേഴ്ഷ്യൽ ചേരുവകൾ വേണമെന്ന യാഷിന്റെ ഒരു താൽപ്പര്യവും സംവിധായിക ഗീതു മോഹൻദാസിന്റെ ഒരു ആർട്ടിസ്റ്റിക് അപ്രോച്ചും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് ഇതിനു പിന്നിലെന്ന് കരുതപ്പെടുന്നു. ഉം. ഈ തീരുമാനം സിനിമയുടെ നേരത്തെ പ്ലാൻ ചെയ്ത 2026 ഉഗാദി റിലീസില്ലാതാക്കി. പകരം ആ ഡേറ്റിലേക്ക് അടവിശേഷിന്റെ ഡക്കോയിറ്റ് പോലുള്ള മറ്റ് സിനിമകൾക്ക് വരാനൊരവസരം കിട്ടി. അതുപോലെ തെലുങ്കു സിനിമകൾക്കും കർണാടക മാർക്കറ്റിൽ ഇതൊരു ഗുണം ചെയ്യാനും സാധ്യതയുണ്ട്. അതെ. ഇതെല്ലാമാണ് നമ്മളിപ്പോൾ കണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക്, അതായത് നമ്മുടെ ശ്രോതാക്കൾക്ക് ആലോചിക്കാൻ ഒരു കാര്യം കൂടെ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ശരി. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ക്ലാഷില്ലേ, അതായത് ഗീതു മോഹൻദാസിന്റെ ആ ഒരു ആർട്ടിസ്റ്റിക് സിനിമ എന്ന രീതിയിലുള്ള സമീപനം, പിന്നെ യാഷിന്റെ KGF-ന് ശേഷമുള്ള ആ പാൻ ഇന്ത്യൻ മാസ് ഹീറോ സ്റ്റാർഡം, ഇത് രണ്ടും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, ഈ രണ്ട് ലോകങ്ങളെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന വെല്ലുവിളികൾ നമ്മൾ സംസാരിച്ചു. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: KGF പോലൊരു സിനിമ കൊടുത്ത ഒരു അമാനുഷിക പരിവേഷം, ബോക്സ് ഓഫീസിലെ ആ ഒരു അവിശ്വസനീയമായ വിജയം, ഇതൊക്കെ ഒരു താരത്തിന് കൊടുക്കുന്ന പ്രഷർ എത്ര വലുതായിരിക്കും? ആ ഒരു സ്റ്റാർഡം നിലനിർത്താനുള്ളൊരു ബാധ്യതയും അതേസമയം ക്രിയേറ്റീവായിട്ട്, കലാപരമായിട്ട് വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ആഗ്രഹവും, ഇത് രണ്ടും തമ്മിലൊരു ബാലൻസ് കണ്ടെത്തുക എന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്? ശരിയാണ്, അതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഒരുപക്ഷേ ടോക്സിക്കിന്റെ ഈ ഒരു അവസ്ഥ ഒരു സൂപ്പർ സ്റ്റാർ തന്റെ കരിയറിലെ ഇത്തരം നിർണായക ഘട്ടങ്ങളിൽ നേരിടുന്ന ആ ഒരു ആന്തരികവും ബാഹ്യവുമായ പോരാട്ടങ്ങളുടെ ഒരു പ്രതിഫലനം കൂടിയല്ലേ? ആകാം. ഈ ഒരു ചിന്ത നിങ്ങൾക്ക് വിട്ടുകൊണ്ട് ഞങ്ങൾ തൽക്കാലം നിർത്തുന്നു.